എടാ ഒളിക്കണ്ട, എന്നെ എതിർക്കാനുള്ള ആയുധമല്ലേ ഇത്? എടാ ധർമ്മയുദ്ധം എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. എന്നാ പറഞ്ഞു തരാം. എതിർക്കുമ്പോൾ എതിരാളിക്കും തുല്യ ആയുധം കൊടുക്കണമെന്നാണ്. ഒരു ഗ്ലാസ്സിലൂടെ ഒഴിക്കടാ. ഗ്ലാസ്സിലേക്ക് വേണ്ട, വെള്ളം അല്പം കൂടിപ്പോയി. ഒഴിക്കടാ. എനിക്കല്ല, ഇനി നിനക്ക് വേണ്ടിയാണ് ഒഴിക്കാൻ പറഞ്ഞത്. അച്ഛന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും, പറഞ്ഞേക്കാം. എടാ നീ എങ്ങും പോണ്ട, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ഞാൻ നാളെ തന്നെ പോയി നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുക. ആ പെണ്ണിന്റെ തന്തയ്ക്ക് കൂടെ കൂടെ ഹാർട്ട് അറ്റാക്ക് വരാറുള്ളതാ. ചാകട്ടെ, എനിക്കെന്താ? എടാ നിന്റെ 10 തലമുറ തിന്നാലും തീരാത്ത സ്വത്തുക്കളാ അവര് സ്ത്രീധനമായിട്ട് നിനക്ക് തരാൻ പോകുന്നത്. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എടാ അവളെ വെറുതെ ഉപേക്ഷിക്കണ്ട, 5000 10,000 കൊടുക്കാം. അച്ഛൻ സ്ത്രീധനത്തിനെതിരായിട്ട് പ്രസംഗിക്കാറൊക്കെ ഉണ്ടല്ലോ. സ്വന്തം ജീവിതത്തിൽ എന്താ അത് കാണിക്കാത്തത്? എടാ പ്രസംഗിക്കുന്നത് നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല. അച്ഛന് നാണോ ഇല്ലല്ലോ ഇതൊക്കെ പറയാൻ? അല്ല, ഇനിയിപ്പൊ നിനക്ക് അവളോട് നേരിട്ട് പറയാൻ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഒഴിവാക്കി തരാം. ഏതാ ആ പെണ്ണ്? നാളെ തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ദൈവമേ, എവന്റെ മനസ്സൊന്ന് മാറ്റി കിട്ടണേ.
സതേട്ടാ, സതേട്ടാ, സതേട്ടാ. എന്താ രവി, എന്തു പറ്റി? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, എന്നെ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. ചേട്ടാ, ചേട്ടാ. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണോ? എടുത്ത് കൂടിയടാ. എനിക്ക് ആ ഡ്രൈവറുടെ മകൾ കണ്ടതിനെ കുറിച്ചാ പേടി. അവളത് ലതികയോട് പറഞ്ഞു? അതൊന്നും അവള് പറയില്ല. കൈ നിറയെ പണം കിട്ടുമെന്ന് കരുതി ഡ്രൈവർ തന്നെ മകളെ ഒതുക്കിക്കോളും. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ അത്? അവളെയും നമ്മൾ കൈകാര്യം ചെയ്താലോ? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷേ ആ കാര്യം നീ ഏറ്റെടുക്കണം. അതിനെന്താ, നീ അവളെ കാണിച്ചതാ. നാളെ ആവട്ടെ. ഓക്കെ. ഇന്ന് ആരും ഇങ്ങോട്ട് വന്നില്ലേ? അകത്തുണ്ട്. എനിക്കൊരു മൂടില്ല. എനിക്ക് നല്ല മൂടാ. ഭർത്താവിന്റെ മരണശേഷമെങ്കിലും നീ എന്റെ ഭാര്യയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്ത് ചെയ്യാം, ഒരു വിധവയെ വിവാഹം കഴിക്കാനായിരിക്കും എന്റെ യോഗം.